ലാൽ ജോസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്ന് ലാൽ ജോസെ, ലോകത്തുള്ള എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ സ്വകാര്യതയിലേക്ക് പോയിട്ട് ഉണ്ടാക്കുന്ന ടീമല്ല. ഈ സ്വകാര്യതയിലേക്ക് ഉണ്ടാക്കുന്ന ടീമിനെ സൃഷ്ടിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ താങ്കളെ പോലെയുള്ള സിനിമാക്കാർ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊതുജനങ്ങളോ അല്ലെങ്കിൽ പൊതുസമൂഹമോ ഒന്നുമല്ല. താങ്കളുടെ കൂട്ടത്തിലുള്ള താങ്കളുടെ ആൾക്കാരായ കുറെ സിനിമാ നടന്മാരും നടിമാരും ഇവരൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളുടെ പുറകെ തന്നെ ക്യാമറ എടുത്ത് ഓടാൻ വേണ്ടിയിട്ട് അവര് തന്നെ വിളിച്ചു വരുത്തുന്ന ആൾക്കാർ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ആരുമല്ല. അതായത് താങ്കൾ പറഞ്ഞല്ലോ, ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുന്ന കുറെ എണ്ണമുണ്ട്, അവരെ നിരോധിക്കണമെന്ന്. അതിലെ പകുതി ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറയുന്ന സിനിമാ താരങ്ങളുടെ ബാക്കിൽ നടക്കുന്ന ടീമുകളാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവരെ സമൂഹത്തിന് വേണ്ടിയിട്ട് വലിയ നന്മ ചെയ്യുന്നവരൊന്നും അല്ല. അവരുടെ ലക്ഷ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാർ തന്നെയാണ്. ഇപ്പൊ സലീം കുമാറിന്റെ വീട്ടിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് സിനിമാക്കാർ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും, ഡാ മക്കളെ ഞാൻ വരുന്നുണ്ട്, എന്നെ ഒന്ന് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണേ. അത്യാവശ്യം ചായ കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സിനിമാക്കാർ വരെയുണ്ട്. എന്തിനാണെന്നല്ല, എന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, ഞാൻ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെയല്ലേ ജയസൂര്യ പോയിട്ട് ചോറ് തിന്നിട്ട് 2000 രൂപ കൊടുക്കുന്നതും, അത് മറ്റൊരു നടനായി കഴിഞ്ഞാൽ അയാളുടെ പേര് മാത്രം മാറിയിട്ട് വേറൊരു നടൻ പോയിട്ട് ചോറ് തിന്നിട്ട് 2000 രൂപ കൊടുക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്ന പോലെ ഇതുപോലെയുള്ള ചാനലുകളാണ്. അവരെയാണ് താങ്കൾ നിരോധിക്കണം എന്ന് പറയുന്നത്. അതായത് താങ്കളുടെ പല്ലിന്റെ അടുക്കൽ ഇങ്ങനെ കുത്തിയിട്ട് നാറ്റിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല ഇതില്. ഇതെന്ന് പറഞ്ഞാൽ ലാൽ ജോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത്ര നല്ല മനുഷ്യനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അന്ന് താങ്കളുടെ കൂട്ടുകാരനായ ദിലീപിന്റെ വീടിന്റെ സ്വകാര്യത വരെ ഒപ്പിയെടുത്തല്ലോ. അന്നെന്താ താങ്കളുടെ നാവന്ത ഇറങ്ങിപ്പോയിരുന്നോ? താങ്കൾക്കും അറിയാം, മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമേ താങ്കൾക്കും വേണ്ടൂ. എല്ലാവർക്കും ഭയം തന്നെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ക്യാമറയുമായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ വളർച്ചയുടേതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് ഇട്ടാവട്ടെ കേരളത്തിൽ മാത്രമല്ല, ലോകത്തെ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സലീം കുമാറിന്റെ വീട്ടിൽ അങ്ങനെയുള്ള ക്യാമറക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമിന്റെ അറിവോട് കൂടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും അവർ സ്വന്തമായിട്ടൊന്നും അങ്ങനെ വരത്തില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഈ മൊബൈൽ ക്യാമറയും കൊണ്ട് എടുക്കുന്നത് മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കരച്ചിലും പിഴിച്ചിലും തന്നെയല്ലേ അവന്മാരും 24 മണിക്കൂർ ലൈവായി കാണിക്കുന്നത്. അല്ലാതെ വേറെ എന്താ കാണിക്കുന്നത്? അവിടെ ഇപ്പോൾ ആരാന്ന് കരച്ചിൽ കാണിക്കാത്ത ഇല്ലാത്തത്? എല്ലാവരും കാണിച്ച സലീം കുമാറിന്റെ കുടുംബത്തിന്റെ കരച്ചിൽ തന്നെയാണ്. അതുപോലെ മറ്റുള്ളവരുടെ കുടുംബത്തിന്റെ കരച്ചിൽ തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാർ എന്താ വേണ്ടത്? പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗേറ്റ് അവിടെ അടച്ചൂടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ പല സെലിബ്രിറ്റികൾ, വലിയ വലിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഗേറ്റ് അടക്കുന്നില്ലേ? അവരൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രമല്ലേ ഉള്ളിലേക്ക് കടത്തിവിടുന്നുള്ളൂ. സലീം കുമാറിനും അതുപോലെ ചെയ്തൂടെ? സലീം കുമാറിന് ഇത്രയും ആൾക്കാർ വരുമ്പോഴേ ഭയങ്കര പ്രശ്നമാകും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഗേറ്റും അടച്ചൂടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ദുഃഖത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങളെ മൊബൈൽ ക്യാമറയും വേണ്ട, ഒരു ഒലക്കയും വേണ്ട. അവിടുന്ന് കലാമണി മരിച്ചപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ? ജനക്കൂട്ടം കണ്ടില്ലേ? അന്ന് ഏത് മൊബൈലാണ് ഉള്ളത്, എന്ത് ക്യാമറയാ ഉള്ളത്? ഇവിടെ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഇതങ്ങ് നിരോധിക്കണമെന്ന്. താങ്കൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ അവിടെ അതിലല്ലേ താങ്കൾ വരെ ജീവിക്കുന്നത്? താങ്കൾക്ക് ഒരു ഭൂതകാലം ഇല്ലേ? അല്ലാതെ വന്നിട്ട് എല്ലാത്തിനും കയറിയിട്ട് കുറ്റം പറയാ, എല്ലാത്തിനും കയറിയിട്ട് ഇത് പറയാ. ഞാൻ പറഞ്ഞല്ലോ, അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സെലിബ്രിറ്റികളുടെ അറിവോട് തന്നെയാണ്. അവര് കൃത്യമായിട്ട് ഡ്രസ് കോഡ് വരെ പറഞ്ഞു കൊടുക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, താങ്കൾ ഈ പറയുന്ന പോലെ ഇന്നത്തെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഈ നമ്മുടെ സലീം കുമാറിന്റെ കാര്യമല്ല പറയുന്നത്, മറ്റു പല നടന്മാരും മരിച്ചപ്പോൾ ഡ്രസ് കോഡ് വരെയുണ്ട്. ഭാര്യക്കും മക്കൾക്കും ഡ്രസ് കോഡ് വരെയുണ്ട്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ക്യാമറയുടെ മുന്നിൽ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കുടുംബങ്ങൾ വരെയുണ്ട്. ഇനി ഈടുന്ന് വലിയ മണ്ണാങ്കട്ട ആ ചെറുക്കൻ എന്തോ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇവിടെ വലിയ ആകാശം ഇടിഞ്ഞു പോകുന്നുണ്ട. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റാണ്. ഇതങ്ങ് ഭയങ്കര ഇതാണ്. ഇത് സ്വകാര്യത എന്നല്ല, ഇത് കൊണ്ടുവരുന്നതാണ്. അവര് തന്നെ വിളിച്ചിട്ട് കൊണ്ടുവരുന്നതാണ്. എന്തിനധികം പറഞ്ഞ ഈ ഓൺലൈൻ മീഡിയക്കാർ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നടിമാരെ പുറകെ നടന്നിട്ട് കെയും പിന്നെ ഇത് മുന്നും ബാക്കും എല്ലാം ഷൂട്ട് ചെയ്യുന്നില്ലേ? സൈഡ് വരെ ഷൂട്ട് ചെയ്യുന്നില്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കും അറിയാം. അതായത് ഈ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവർക്കും അറിയാം. അവർ കുറച്ചൊക്കെ കാണിച്ചു കൊടുക്കുന്നതല്ലേ? അവർക്കും അറിയാം കൃത്യമായിട്ട്. അല്ലാതെ അവർക്ക് പറഞ്ഞൂടെ, എടോ എൻ്റെ ഇത് ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൂടെ? ഇപ്പൊ പൊങ്കാലയ്ക്ക് ഇതുപോലെയുള്ള കുറേ ടീമുകൾ പോയിട്ട് പലതും ഷൂട്ട് ചെയ്തു. ആ ഷൂട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും മിണ്ടിയിട്ടുണ്ടോ?
പിന്നെ പ്രശ്നമായപ്പോഴല്ലേ എല്ലാവരും വന്നിട്ട് അയ്യോ അവന്റെ പിന്നെ എന്നാ പണി ഞാൻ ഒരുക്കും, ഇത് ഞാൻ ഒരുക്കും. ഒരു നടി ഇതിനടുക്ക് പറയുന്നുണ്ട് അവൻ എൻ്റെ പുറകെ വന്ന് അവര് മറ്റേ എന്താ പറയേണ്ടത്, ഇവിടെ നമ്മുടെ തായ്ലൻഡിൽ പോയിട്ട് എന്താ കുട്ടി നിക്കർ കൂട്ടിട്ട് ഡാൻസ് കളിച്ചോളാം എന്ന് ഇവിടെ വന്നിട്ട് പറയുന്നത്. തായ്ലൻഡിൽ പോയിട്ട് കുട്ടി നിക്കർ കൂട്ടിട്ട് ഡാൻസ് കളിച്ചിട്ട് ഇവിടെ വന്ന് പറയുന്നേക്കണ അവൻ എൻ്റെ സാരി കുറച്ച് മാറിയപ്പോൾ അവരെടുത്തു. തായ്ലൻഡിൽ പോയപ്പോൾ മുഴുവൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇവിടെ വന്നിട്ട് വലിയ പ്രഹസനം നടക്കുന്നതാണെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ തന്നെയാണ് ഇവരെല്ലാം വളർത്തുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. ഇവർക്കൊക്കെ പ്രമോഷൻ കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഉളകൾ വേണം. അതിനു വേണ്ടിയിട്ട് ഇവർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയും അത്യാവശ്യം പൈസയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് എടാ എന്നെ ഒന്ന് നല്ല രീതിയിൽ എടുക്കണേ എന്ന് പറഞ്ഞു വിടുന്ന നടിമാർ വരെ ഉണ്ട്. അത് ലാൽ ജോസിനും അറിയാം, എല്ലാവർക്കും അറിയാം. ലാൽ ജോസിന്റെ സിനിമാ സെറ്റിൽ വരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ കയറി വരാറുമുണ്ട്. അവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോയും എടുക്കും, വീഡിയോയും എടുക്കും. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട കാണിക്കുന്ന ആൾക്കാരുണ്ട്, അത്യാവശ്യം ബി കാണിക്കുന്നതും ടി കാണിക്കുന്നതും ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഫെയിം മാത്രമാണ്. അല്ലാതെ ഇപ്പം എല്ലാവരും സലീം കുമാർ മരിച്ചതിന് ദുഃഖസാന്ദ്രമായിട്ടൊന്നല്ല അവിടെ വന്നിരിക്കുന്നത്. അവിടെ വന്നവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ മുഖം കൊടുക്കുക എന്ന് മാത്രമാണ്. ഇനിയിപ്പോഴേ പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മാമുക്കോയോ മരിച്ചല്ലോ, അന്നേരം ഇനി ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് വരാ? ഇനി അവിടെ എന്താ ക്യാമറ ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടല്ലേ വരാഞ്ഞത്. മാമുക്കോയോ മരിക്കുമ്പോഴും ക്യാമറ ഇല്ല, അതുകൊണ്ടല്ലേ അങ്ങോട്ട് വരാഞ്ഞത്. അവിടെ ഈ സിനിമാക്കാരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാ? അവിടെ എത്ര വിരലെണ്ണാവുന്ന സിനിമാക്കാരാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് കുറച്ച് ദിവസം മുമ്പല്ലേ നടൻ സന്തോഷ് മരിച്ചത്. സന്തോഷ് മരിച്ചിട്ട് ഇവന്മാർ കാണിച്ചിരിക്കുന്ന എന്താണ്, മുഖ്യധാര മാധ്യമങ്ങൾ വരെ ആ ഒരു അയാളുടെ മകള് ആ ഒരു ചിത കത്തിക്കും ചടങ്ങുകളൊക്കെ ചെയ്യുന്നതൊക്കെ കാണിച്ചില്ലേ? അത് ഇവന്മാർ എന്തുവകയാ കാണിച്ചത്? അത് മുഖ്യധാര മാധ്യമങ്ങളും കാര്യങ്ങളും എല്ലാവരും കാണിക്കുന്നുണ്ട്. അവിടെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫിയും ഫോട്ടോയും എടുക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കലോ ഇതൊന്നും അല്ല. ആദ്യം തന്നെ സ്വന്തമായിട്ടുള്ള തന്റെ സഹപ്രവർത്തകരോട് പറയാ, ഇമാതിരി കൂതറകളെയും കൂടെ നിങ്ങൾ നടക്കരുത്, അവന്മാരോട് നിങ്ങൾ പറയരുത്. കാരണം എവിടെയെങ്കിലും ഒരു ഉദ്ഘാടനം ഉണ്ട്, അവരെങ്ങനെയാ അറിയുന്നത്? ഇത്ര കൃത്യമായിട്ട് ഈ കുയിലും കയ്യിലെല്ലാം എങ്ങനെയാ അറിയുന്നത്? അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞവിടെ എത്തുന്നത് എങ്ങനെയാ? ഈ നടിമാരോ ഇല്ലെങ്കിൽ നടന്മാരോ വിളിച്ചു പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ വാങ്ങിച്ചു കൊടുത്താൽ വരെ എന്ന് പറഞ്ഞാൽ ഓൻ ഭയങ്കരാണ്, ഓൻ സംഭവമാണ്, ഓൻ ഭയങ്കര ചാരിറ്റിക്കാരനാണെന്ന് അറിയിക്കുന്നത് ആരാ? ഇവര് വിളിച്ചു കൊണ്ടുപോകുന്ന ഈ മാധ്യമങ്ങളാണ്. അതായത് ഈ ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൊള്ളി എടുത്തിട്ട്, അതായത് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു വീഡിയോ എടുക്കുന്ന ടീമുകള്, അവരാണ് ഈ പിന്നെ നടന്മാരെയൊക്കെ ഇതിനെടുക്കണ്ടില്ല ടിനി ടോമാരിക്കോ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിനിന്ന്. മനസ്സിലായി? അതൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മുന്നിലെത്തിക്കുന്നത്? അവർക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലാൽ ജോസ് ഒരു കാര്യം ചെയ്യുക, ലാൽ ജോസ് ആദ്യം പറയേണ്ടത് എന്താണ്? മുഖ്യധാര മാധ്യമങ്ങളെയും കൂടിയാണ് പറയേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടടച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് ജീവിക്കുന്നുണ്ട്. ആരും സ്വകാര്യതയിൽ പോയിട്ടൊന്നുമല്ല, പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന് ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ റിയാക്ട് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ പൊന്നി ലാൽ ജോസയെ സ്വന്തം പല്ലിൻ്റെ ഇടയിൽ കുത്തി മണപ്പിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നേ. നന്ദി, നമസ്കാരം.